എന്റെ അമ്മയെ ഞാനും പിള്ളേരും അമ്മയും കൂടെ നൂറേ നൂറിൽ ഓടിയിട്ടാണ് ദേണ്ട ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ. ഈ വരുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഘോഷയാത്രയാണ്. സാധാരണ 3 മണിയൊക്കെ ആകുമ്പോഴാണ് വരാറുള്ളത്. ഇപ്രാവശ്യം നേരത്തെ വന്നേ. ഈ ഘോഷയാത്ര കാണണമെങ്കിൽ മനസ്സിന് ഇച്ചിരി കട്ടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം കിലോമീറ്ററുകളോളം നടന്ന് ക്ഷീണിച്ച് വരുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉണ്ട്. അവരെല്ലാം വെറുതെ നടന്നു വരുന്നല്ല, ശരീരത്ത് ആകെ വേലെല്ലാം കുത്തിയിട്ടാണ് നടന്നു വരുന്നത് കേട്ടോ. ഓരോ മതവിശ്വാസങ്ങൾക്കും അവരുടേതായിട്ടുള്ള കുറേ അധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. ശരീരത്ത് മൊത്തം കുത്തിയാണ് ദേണ്ട ആ തേരെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ദേണ്ട കണ്ടില്ല, ഇതൊക്കെ തൂക്ക നേർച്ചകളാണ്. ഇതൊന്നും ആരും ആരെയും നിർബന്ധിച്ച് ചെയ്യുന്നതല്ല കേട്ടോ. ഇതെല്ലാം അവരുടെ ഓരോ വിശ്വാസങ്ങൾ, അതനുസരിച്ച് അവർ ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഘോഷത്രം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ ദേണ്ട പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നേ. ഇവിടുത്തെ വീട്ടില് അങ്ങനെ സ്ഥിരമായിട്ട് ആള് താമസം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിറങ്ങി ഞങ്ങൾ ദേ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ചായം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇന്ന് അവിടുത്തെ അവസാന ദിവസമാണ് കേട്ടോ ഉത്സവത്തിന്റെ. ഇന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ട്. പിന്നെ ഒരു അബദ്ധം പറ്റിയ എന്താന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഘോഷയാത്ര നേരത്തെ വന്നോണ്ട് രാത്രിയിലും ഘോഷയാത്ര നേരത്തെ വരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു 5 മണിയായപ്പോൾ അമ്പലത്തിൽ എത്തിയായിരുന്നേ. 5 മണിക്ക് അമ്പലത്തിലെത്തി ഞങ്ങൾ കട്ട പോസ്റ്റ് ആയി. കാരണം ഘോഷയാത്ര വന്നപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐസ്ക്രീം അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചായിരുന്നേ. അമ്പലത്തിൽ 24 മണിക്കൂറും ഈ ചെണ്ട കൊട്ടുന്നൊന്നും പോരാന്നിട്ട് ദേണ്ട രണ്ടും കൂടെ ഓരോ ചെണ്ടയും കയ്യിൽ പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ, മനുഷ്യന്റെ ചെവി പൊട്ടിക്കാനായിട്ട്. അവിടെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ദേണ്ട കുറേ അധികം പാവക്കുട്ടികൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എടുത്തോണ്ട് ഓടിയല്ലോ എന്നൊക്കെ തോന്നിപ്പോവേ. ചായത്ത് ജംഗ്ഷനിൽ ദേണ്ട ഈ നിരത്തിയിട്ടെന്ന കസേരയിൽ ഞങ്ങളുടെ ഒരു 7 മണിയായപ്പോൾ വന്നിരുന്നു കേട്ടാ. ആ ഇരിപ്പ് ഒരു 1.5 ഇരിപ്പായി പോയി. രാത്രി 12:30 കഴിഞ്ഞ് അവിടെ നിൽക്കാൻ ഇരുന്നിരുന്ന് കാലം മുതൽ തലവരെ ഒരു പെരുപ്പ് കയറിയപ്പോൾ ഞാനും മോനും കൂടെ ഇടയ്ക്കൊന്ന് നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ദേണ്ട ഇതുപോലെ കമ്പം വെടിക്കെട്ടും ഉണ്ടായിരുന്നേ. ദേണ്ട ഈ കളിക്കുന്ന ശിങ്കാരിമേളം, ഇതിന്റെ പേര് ശിങ്കാരിമേളം ആണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് കാണിക്കുന്ന സംഭവങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് മിണ്ടാതെ വായി കൂട്ടി കണ്ടുകൊണ്ടിരിക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേണ്ട ഈ തേങ്ങയ്ക്കകത്ത് നിന്ന് ഒരു ഗണപതി ഭഗവാൻ ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നതല്ല ഒരു 1.5 ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ദേണ്ട ഈ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് ഇങ്ങനെ കറക്കി കളിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കുറെ കളർ പേപ്പർ ഇങ്ങനെ വീഴും കേട്ടോ. അതിങ്ങനെ അടിപൊളിയാണ് നോക്കിയിരിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ആർക്കും ഒന്ന് ഇവരുടെ കൂടെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. പിന്നെ അങ്ങോട്ട് വന്ന ഓരോ ഐറ്റംസും ഭയങ്കര എനർജി ലെവലിലായിരുന്നു അവരുടെ ഓരോ കളികളുവേ. ശീതോട്ടി ഇതെല്ലാം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയെങ്കിലും കറക്റ്റ് 8:30 മണിയായപ്പോൾ അവള് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങിയിട്ടുണ്ട്. ഈ കൊട്ടൊന്നും പോരാഞ്ഞിട്ട് ദേണ്ട ഒരാള് ഒരു ഉറക്കം ഉറങ്ങി അണിച്ചിട്ട് ദേണ്ട ചെണ്ടയും പിടിച്ചിരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഇത്തവണത്തെ ഉത്സവം ഞങ്ങൾ 3 ദിവസം അടിച്ചു പൊളിച്ചിട്ടുണ്ടേ.